ഹായ് ഓൾ, നമസ്കാരം. മൊബൈൽ ഗ്രാഫറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ മെനി താങ്ക്സ് ടു ദാറ്റ് വൺ. ഇന്ന് നമ്മൾ ബാക്ക് ടു മൊബൈൽ ഫോട്ടോഗ്രാഫി. അപ്പോൾ മൊബൈൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാനും അതേപോലെ കുറച്ച് ടിപ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സി ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സൈക്കിളിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഈ സൈക്കിളാവുന്ന ഒബ്ജക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് കണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഞാൻ ബ്ലറായിട്ടും കണ്ടു അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്, ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഇതിനാണ് പോർട്രേറ്റ് ഫോട്ടോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമോഷൻസ് കാണിച്ചുകൊണ്ട് ആ ഒബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫീനെയാണ് ബേസിക്കലി അല്ലെങ്കിൽ ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയുടെ. അപ്പോൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നമ്മുടെ ഒരുവിധം എല്ലാ ഫോണുകളിലും ഒരു മോഡായിട്ട് തന്നെ കാണാറുണ്ട്, പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറായാലും കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര ഹൈലൈറ്റഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു മോഡാണ് പോർട്രേറ്റ് മോഡ്. അപ്പോൾ ഈ പോർട്രേറ്റ് മോഡ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ 3-4 ടെക്നോളജീസ് ഉണ്ട് അതിന് ബിഹൈൻഡായിട്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അരോചകമായിട്ട് തോന്നും. ഇനി ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നേരെ നമുക്ക് പോർട്രേറ്റിലെ ഓപ്ഷൻസിലേക്ക് ഒന്ന് പോയി നോക്കാം. അതോടൊപ്പം തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ ഉപരി ഫോട്ടോ എടുക്കുന്നതും അതേപോലെ തന്നെ അയാളുടെ സോള് കൂടിയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അയാളുടെ സോൾ ആവാം, അയാളുടെ ഇമോഷൻ ആവാം, അയാളുടെ സറൗണ്ടിങ് ആവാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒബ്ജക്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്ന ഒരു സ്റ്റോറി പറയുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാറ്. പോർട്രേറ്റിൻ്റെ പ്രത്യേകത, നമുക്ക് സാധാരണ ഫോട്ടോകളിൽ പലപ്പോഴും നമുക്ക് ലൈറ്റ് ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരാറുണ്ട്. പക്ഷേ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയുടെ കേസിൽ ലൈറ്റ് പലപ്പോഴും ഒരു വലിയ ശതമാനവും വില്ലനല്ല. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിലും അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിലും വളരെ ഭംഗിയായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ടിപ്സാണ് നമ്മളിന്ന് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ലൈറ്റ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യത്തെ കാര്യം നമുക്ക് ലൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മാജിക് ഓഫ് ലൈറ്റ് എന്ന് പറയാം. നമുക്ക് പലപ്പോഴും നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് ചുറ്റുപാടിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് സറൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ലൈറ്റ് എപ്പോഴും കാണാം. പ്രത്യേകിച്ച് സൺലൈറ്റാണ് ഒരു വലിയ സോഴ്സ്. അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പുകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ പറയണം ഒരു ജനലിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഷെയ്ഡ്, സൺലൈറ്റ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ആംഗിൾ ഷെയ്ഡിൽ വരുന്ന സമയത്ത് ജനലിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ആ ജനലിൻ്റെ ഒരു ഷെയ്ഡ് ഈ ഒരു ഒബ്ജക്റ്റിൽ തട്ടി ആ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി ഒരു ഇമോഷണലാക്കും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു സ്റ്റോറി ലൈനപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പിക്ചർ നോക്കൂ. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എത്ര ക്യൂരിയസ് ആയിട്ടാണ് അദ്ദേഹം നോക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ആ ഒരു വിൻഡോയുടെ ഷെയ്ഡ് ഈ ഒരു പിക്ചറിനെ കുറച്ചും കൂടി നമുക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളത് കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കണേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മാജിക് ഓഫ് ലൈറ്റ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നാച്ചുറൽ ലൈറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ലൈറ്റ്സ് ആണ്. അതായത് ഡയറക്റ്റ് ഒരു ഷെയ്ഡ് നമ്മളിലേക്ക് എത്തുക, അപ്പോൾ ഷെയ്ഡിനെ നമ്മളുടെ ഫേസിൽ ഫോട്ടോ കാണിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും നല്ല പാറ്റേൺസ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു ചെടിയുടെ ഉള്ളിലൂടെ വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഒരു ലൈറ്റ്, ചിലപ്പോൾ ചില പാറ്റേൺസ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതും ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ആ ഒരു പാറ്റേണിൻ്റെ ഇപ്പോൾ ആ ഒരു ഗ്രീനറിയിൽ ഇരിക്കുന്ന ആ ഒരു ആ ഫ്രൂട്ടിൻ്റെ ചുറ്റുഭാഗത്തും ആ ഫ്രൂട്ടിലേക്ക് ലൈറ്റ് കറക്റ്റ് ആവുകയും ചെയ്യും. അതേപോലെ ചുറ്റുഭാഗത്ത് അതിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ലീവ്സിൻ്റെ ഒരു ഷെയ്ഡ് ഒരു ബ്ലറി ഷെയ്ഡും കൂടി വന്നപ്പോൾ കുറച്ചും കൂടി ലൈവായി.
അപ്പോൾ ഇതാണ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയനെ പോർട്രേറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോക്കസ് അതേപോലെ എക്സ്പോഷർ. ഈ പോർട്രേറ്റ് ഫോട്ടോയുടെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒബ്ജക്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എത്രമാത്രം ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് നമ്മുടെ പോർട്രേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ എന്താ പറയുക കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യനെ ഒക്കെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിനെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ മിക്കവാറും അതിൻ്റെ കണ്ണിലായിരിക്കും ഫോക്കസ്ഡ് ആവേണ്ടത്, അല്ലെങ്കിൽ കണ്ണിലേക്കായിരിക്കും നമ്മുടെ എപ്പോഴും ഒരു വ്യൂവറിൻ്റെ അല്ലെങ്കിൽ ഒരു ആസ്വാദകൻ്റെ കണ്ണ് എപ്പോഴും ഓടിച്ചെല്ലുന്നത് കണ്ണിലേക്കായിരിക്കും. അപ്പോൾ മാക്സിമം കണ്ണ് ഫോക്കസ്ഡ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഡിഫോൾട്ടായിട്ട് എപ്പോഴും എക്സ്പോഷർ കുറച്ച് കൂടിയിട്ടായിരിക്കും, നല്ല ലൈറ്റി ആയിരിക്കും സംഭവം. നമുക്ക് അത്ര തന്നെ ലൈറ്റ് ആവശ്യമില്ലെങ്കിൽ അവിടെ നിങ്ങൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു 1 ടച്ചിൽ നമുക്ക് ഒരുവിധം ഫോണുകളിലൊക്കെ ടച്ച് ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. 1 ടച്ചിൽ ഫോക്കസ് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ, മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കൂടുന്നത് കാണാം, താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കുറയുന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങളുടെ എന്താണോ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്ന പിക്ചർ. അപ്പോൾ നമ്മൾ ഈ ഫോക്കസും എക്സ്പോഷറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും പോർട്രേറ്റ് ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് പിന്നെ എന്താ പറയുക ബൊക്കെ ഉള്ള ഒരു ഫോട്ടോസ് ആയിരിക്കുമല്ലോ എന്ന്. പക്ഷെ ഈവൻ ദോ ആ ബ്ലറി അല്ലെങ്കിൽ ആ ബൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. അപ്പോൾ ഒരു പിക്ചറിലൂടെ നമ്മൾ പല കാര്യങ്ങൾ കൺവേ ചെയ്യാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിക്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു പിക്ചർ പോർട്രേറ്റ് എടുക്കുന്ന നേരത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി നിങ്ങൾ മനസ്സിൽ എപ്പോഴും കരുതുക. അപ്പോൾ നമുക്ക് ചില ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള കളർ വോൾസ് പോലത്തെ ബാക്ക്ഗ്രൗണ്ടുകൾ കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില പാറ്റേൺസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില ടെക്സ്റ്റേഴ്സ് കിട്ടാറുണ്ട്. പിന്നെ ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു മോഡാണ് ഫ്രെയിം ഇൻ എ ഫ്രെയിം. ഒരു ഫ്രെയിമിനകത്ത് മറ്റൊരു ഫ്രെയിം വരത്തക്ക രീതിയിൽ ഫോട്ടോസ് എടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോസിനും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എപ്പോഴും നമ്മളുടെ ഫോട്ടോയ്ക്ക് ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും ആ ഫോട്ടോയ്ക്ക് ഒരു കഥ പറയാനുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കും. റിയലിസ്റ്റിക് പറഞ്ഞപ്പോഴും നമ്മൾ സ്ട്രീറ്റ് ഫോട്ടോസ് പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. സ്ട്രീറ്റിൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാറുണ്ട്. അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരാളുടെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ് ചിലപ്പോൾ അയാളുടെ വർക്കിംഗ് പാറ്റേൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു ഏരിയയുടെ പ്രത്യേകതയായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ കളർ ലൈറ്റിൻ്റെ പ്രത്യേകതയായിരിക്കും. എന്താണോ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തത് ആ കാര്യം കൂടി ഈ ഫോട്ടോയ്ക്കകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയേ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു ഇമേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒബ്ജക്റ്റും അതേപോലെ ഒബ്ജക്റ്റിനോട് പിന്നെ ചുറ്റുപാടും ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടും, നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ലൈഫ് കിട്ടും. അതുപോലെ തന്നെ ഒരു കഥ പറയാൻ കൂടി ഈ ഒരു പിക്ചറിന് കഴിയുമെങ്കിൽ അല്ലെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫോട്ടോ ആയിരിക്കും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് സ്റ്റെപ്പ് എവേ ഫ്രം ദ വോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സ്റ്റെപ്പ് എവേ ഫ്രം ദ വോൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടി നോക്കുക. നിങ്ങളൊരു സാധാരണ ഫോട്ടോ മോഡൽ എടുക്കുക, അല്ലെങ്കിൽ ഒരാളെ നമ്മളൊരു ചുമരിൻ്റെ അടുത്ത് നിർത്തിയിട്ട് പോർട്രേറ്റ് മോഡൽ ഒരു ഫോട്ടോ എടുക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഇട്ടിട്ട്, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റും ആ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടിയിട്ടും ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബ്ലറി ഫീല് അല്ലെങ്കിൽ ഒരു ബൊക്കെ ഫീല് കറക്റ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒബ്ജക്റ്റ് കറക്റ്റ് ഫോക്കസ്ഡ് ആവും, ഒബ്ജക്റ്റ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിൻ്റെ സപ്പോർട്ടും നമുക്ക് ഇമേജിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത്. അടുത്തത് പറയേണ്ടത് പോസുകളാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് സ്ട്രൈക്ക് എ പോസ് എന്ന് പറയാം. ഒരു ഒബ്ജക്റ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല എങ്ങനെ പോസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ആംഗിളിൽ നിൽക്കണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറാമാൻ്റെ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന ആളുടെ
ഗൈഡൻസ് കൂടി അവിടെ വരുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളാണ് അതിൻ്റെ വിഷ്വൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏത് ആംഗിളിലേക്ക് തിരിയണം, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് കുറച്ചും കൂടി ചെറുതാവണോ അല്ലെങ്കിൽ വലുതാവണോ, എവിടെ ഫോക്കസ് ചെയ്യണം, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ മോറോവർ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മോഡലിനേക്കാൾ ഉപരി ക്യാമറാമാൻ ആയിരിക്കും കുറച്ചും കൂടി കൺവേ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുക. അത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ട് നല്ലൊരു ഫോട്ടോ ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിൽ ആ പോസുകളെ അല്ലെങ്കിൽ എവിടെയാണ് ലുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില ഫോട്ടോസ് അല്ലെങ്കിൽ മിക്കവാറും ഫോട്ടോസ് ക്യാമറയിലോട്ട് മാത്രം നോക്കുമ്പോൾ നമുക്കൊരു അരോചകത്വം ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളത് ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നോക്കുന്ന ഒരു ഫോട്ടോ കൊടുക്കുക. അപ്പോൾ എക്സ്പ്രഷൻസ്, അപ്പോൾ പോസ്, ലുക്ക്, എക്സ്പ്രഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക മോഡലിനും അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതിൽ ഫോട്ടോഗ്രാഫർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഇത് കാണുന്നത് ഫോട്ടോഗ്രാഫറാണ് മോർ ഓവർ എക്സ്പീരിയൻസ്ഡ്. സോ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ള പോസുകളും ലുക്കും എക്സ്പ്രഷൻസും കൺവേ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ക്യാമറാമാൻ്റെ ഉത്തരവാദിത്തമല്ല, അത് അയാളുടെ അവകാശം കൂടിയാണ്. അപ്പോൾ അതും നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്ത് പലപ്പോഴും നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് ആവട്ടെ, ഒരു പേഴ്സൺ ആവട്ടെ, ഒരു മോഡലാവട്ടെ, പോസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കൈ എവിടെ ഇരിക്കണം, ഇവരുടെ കൈ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഇരിക്കണം എന്നുള്ള പലപ്പോഴും നമുക്ക് കൈ ഒരു വില്ലനായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ ഉള്ള സമയത്ത് നമുക്ക് ഈ കയ്യിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒബ്ജക്ട്സ് ആഡ് ചെയ്തു, പക്ഷെ നമ്മുടെ സ്റ്റോറീനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോർട്രേറ്റ് ഫോട്ടോനെ എന്താ പറയുക ബാധിക്കാത്ത രീതിയിലുള്ള ചെറിയ ഒബ്ജക്ട്സ് അവരെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ മോഡൽസിൻ്റെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ കോൺഫിഡൻസ് ഒന്നും കൂടി റൈസ് ആവും. അല്ലാത്ത പക്ഷം ഇവർ ഈ കൈ എവിടെ വെക്കും എന്നുള്ള ടെൻഷൻസ് പലപ്പോഴും വരാറുണ്ട്. നിങ്ങളത് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്കും അത് പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ചെയ്യാറ് ചെറിയ എലമെൻറ്റ്സ് എന്തെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കും. ഒരു ബുക്കാവാം, അല്ലെങ്കിൽ ഒരു ഇലയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഇത് കൂട്ട് എന്തെങ്കിലും ഒരു സാധനം ഒബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ അവരുടെ ആ കൈ എൻഗേജ് ചെയ്യിക്കുക. അല്ലാത്ത പക്ഷേ ഇവരിത് ഇവിടെ കൊണ്ടുവയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത്തരത്തിലും കൂടി നമ്മളൊരു പോസ് ഫോട്ടോ എടുക്കുന്ന സമയത്ത്, ഒരു ഫോട്ടോ പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ക്ലിക്കിൽ പലപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടാതിരിക്കാം. അപ്പോൾ ഒരു സിംഗിൾ ഫോട്ടോയിൽ എടുക്കാണ്ട് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരാൾ പോസ് ചെയ്യുന്ന സമയത്ത് അയാളിൽ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അയാളുടെ സ്മൈലിലോ അല്ലെങ്കിൽ അയാളുടെ ഗസ്റ്റേഴ്സിലോ ഒക്കെ. അപ്പോൾ നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു പടത്തിൽ പുള്ളി ഏതാ പടം ഞാൻ ഓർക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്യാമറമാൻ ത്രൂ പോകുന്ന സമയത്ത് പുള്ളി ഭയങ്കര കോൺഷ്യസ് ആവുകയും ചെയ്യും. ക്യാമറമാൻ പോകുമ്പോൾ പുള്ളി പെട്ടെന്ന് ഭക്ഷണം നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ക്യാമറ കാണുമ്പോൾ കൂടുതൽ എന്താ പറയുക കോൺഷ്യസ് ആവും. അപ്പോൾ അത്തരത്തിൽ കോൺഷ്യസ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു ബ്ലറി ഫോട്ടോ അടുത്ത ഫോട്ടോയിൽ വളരെ നല്ല ഒരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ കൂട്ട് മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ അവരെ ഇപ്പോൾ ഒരു കാൻഡിഡ് പിക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവരെ സംസാരിപ്പിക്കാൻ കൂടി ശ്രമിക്കുക. അവരോട് എന്തെങ്കിലും ഇൻറ്ററാക്ട് ചെയ്യുക. അത് ഡിപ്പെൻസ്, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ, നമ്മുടെ ഫോട്ടോയുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് ബേസ് ചെയ്തിട്ട് അവരെ സംസാരിപ്പിക്കാം, അവരെ ചിരിപ്പിക്കാം. അല്ലെങ്കിൽ വേറെ ആളിനെ കൊണ്ട് ചിരിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നുകൊണ്ട് നല്ല പോർട്രേറ്റ്സും അല്ലെങ്കിൽ നല്ല കാൻഡിഡ് പിക്ചേഴ്സും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ പറയുമ്പോൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് ഹാഫ് പോർട്രേറ്റ്. അത് ഒരു ഫോട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ സെൻറ്ററിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ നല്ലതായിരിക്കാം. ആ ഫോട്ടോനെ തന്നെ നിങ്ങളൊരു കോർണറിലേക്ക് അതിൻ്റെ പകുതി കിട്ടുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു ഫേസാണ് എടുക്കുന്നത്, കറക്റ്റ് പകുതി കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ ഫോട്ടോനെ എടുക്കുകയാണെങ്കിൽ, ആ ഏരിയ കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വളരെ നല്ല പിക്ചേഴ്സ് കിട്ടും. പിന്നെ ശരിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ചില സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് വെതർ കണ്ടീഷൻസൊക്കെ. അപ്പം നമ്മളൊരു റെയിനി സിറ്റുവേഷനാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ റിക്വയർമെൻ്റ് അതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നല്ല സമ്മർ സമയത്താണ് നമ്മൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നതും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു റെയിൻ സ്പ്രേ കൊടുക്കേണ്ടി വരും,
അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കി, ഇത് നമ്മൾ ഒരു സ്പ്രേ ചെയ്തിട്ട് ആണ് ആ ഈ ഒരു ഇമേജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മഴയുടെ ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം കൺവേ ചെയ്യാനും പറ്റി. അപ്പോൾ ചില സമയത്ത് ചില ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മുടെ പിക്ചേഴ്സിൻ്റെ ലൈഫിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് പലപ്പോഴും പല പിക്ചേഴ്സിനെ നമ്മൾ ഒന്നുകൂടി നോക്കും. ഒരു പിക്ചർ കണ്ട് ഒന്നുകൂടെ നോക്കും. മിക്കവാറും ആ പിക്ചേഴ്സ് ഒരു സിമെട്രി പിക്ചർ ആയിരിക്കും. ഒരു സൈഡ് ഒരു എന്താ പറയുക, കറക്റ്റ് ഒരു മിറർ വെച്ച കൂട്ടായിരിക്കും. ഒരു സൈഡും അതർ സൈഡും ഇതിൻ്റെ മിറർ ഇമേജ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മിറർ ഇമേജ് പോലെ ആയിരിക്കും. അത്തരത്തിലുള്ള ഫോട്ടോസും കൂടി പോർട്രേറ്റിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ഈ പോർട്രേറ്റ് ഫോട്ടോസിൽ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഹാഫ് ഹിഡൻ ഫ്രെയിംസ്, ചില ഫ്രെയിമുകൾ നമുക്കൊരു ഫുൾ ഫ്രെയിം എടുക്കുന്നതിനേക്കാളും ഭംഗി ഒരു ഫ്രെയിമിനകത്ത്, ഫ്രെയിമിൻ്റെ ഫ്രെയിമല്ല ബട്ട് ഒരു ഹാഫ് ഫ്രെയിം ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല ഔട്ട്പുട്ടായിരിക്കും ചില ഫോട്ടോസൊക്കെ. ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞ കൂട്ട് കുറച്ചും കൂടി ലൈഫ്, ഈ ഫോട്ടോയുടെ ലൈഫും ആ സ്റ്റോറി കറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാനും പറ്റും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ദ ഫോട്ടോ. ഏത് ആംഗിളിലാണ് നിങ്ങളൊരു ഫോട്ടോ എടുക്കുന്നതെന്നുള്ളത്. നമ്മൾ മിക്കവാറും ഐ ലെവലിലായിരിക്കും സാധാരണഗതിയിൽ ഫോട്ടോസ് എടുക്കാറ്. ഒരു വലിയ ശതമാനം അങ്ങനെ തന്നെ എടുക്കാറ്. അതിന് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. സെയിം പ്രോജക്റ്റ് തന്നെ അല്ലെങ്കിൽ സെയിം ഒബ്ജക്റ്റിനെ തന്നെ ഡിഫറെൻ്റ് ആംഗിൾസ് ഉണ്ട്. ഇപ്പോൾ ലോവർ ആംഗിളിൽ നിന്നാവാം, അപ്പർ ആംഗിളിൽ നിന്നാവാം, ടോപ്പ് ആംഗിളിൽ നിന്നാവാം, ബോട്ടം ആംഗിളിൽ നിന്നാവാം. ഈ ഏത് ആംഗിളിൽ നിന്ന് എടുത്തിട്ടാണ് ബെറ്റർ കിട്ടാൻ സാധ്യത എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത്തരത്തിലുള്ള രീതിയിലുള്ള ആംഗിൾ എന്താ പറയുക ഫിക്സ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കൺവിൻസിങ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി കൺവേ ചെയ്യാൻ പറ്റും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. ഈ ഒരു പിക്ചർ നോക്കൂ. ഇത് നമ്മളൊരു ടോപ്പ് ആംഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ആ ഒബ്ജക്റ്റും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കി നോക്കൂ. ഇത് സൈഡ് ആംഗിൾ നമ്മൾ പല ക്ലിക്സും എടുത്ത് നോക്കി. പലപ്പോഴും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക വികൃതികളും നമുക്ക് ക്ലിക്കിന് കറക്റ്റ് ആയിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരി ഈ ടോപ്പ് ആംഗിളിൽ നിന്ന് എടുത്തപ്പോൾ പുള്ളിയും തന്നെ നോക്കി, മുകളിലേക്ക് കറക്റ്റ് നോക്കുകയും ചെയ്തു. ആ കറക്റ്റ് സമയത്ത് നമുക്ക് നല്ലൊരു ക്ലിക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ട് കിട്ടി. അതുപോലെ ഈ പിക്ചേഴ്സൊക്കെ നോക്കൂ. ഇതൊക്കെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് എടുത്തതാണ്. ഈ ഒരു കാര്യം നോക്കൂ. ഇത് ഒരു ലോവർ ആംഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണ്. ഇത് അബുദാബി മോസ്കിൻ്റെ ഒരു പിക്ചറാണ്. അത് അവിടുത്തെ ഒരു ടൈലിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങളിവിടെ താഴെ കാണുന്നത്. ആ റിഫ്ലക്ഷനും അതേപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റും ദൂരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു മിറർ ടൈപ്പ് ഫോട്ടോയിലാണ് എടുത്തിട്ടുള്ളത്. ബട്ട് ഒരു ലോവർ പ്രൊഫൈൽ ആയതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ പോർട്രേറ്റ് സെൽഫീസാണ്. നമ്മൾ പലപ്പോഴും സെൽഫീസ് എടുക്കാറുണ്ട്. അത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കാറുണ്ട്, റിയർ ക്യാമറ വെച്ചിട്ട് എടുക്കാറുണ്ട്. റിയർ ക്യാമറ വെച്ചിട്ട് മിക്കവാറും നമ്മൾ മിററിലൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസാണ് എടുക്കാറ്. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമ്മൾ ലോങ് സെൽഫീസും അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് സെൽഫീസും എടുക്കാറുണ്ട്. നിങ്ങൾ ഈ പിക്ചർ നോക്കൂ. ഇതൊരു സെൽഫിയാണ്. ഞാൻ തന്നെ എടുത്തിട്ടുള്ളൊരു സെൽഫി പിക്ചറാണ്. ഇതിനകത്ത് ചെറിയ എഡിറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാം. ഒരു ക്യാമറാമാൻ എപ്പോഴും ക്യാമറയുടെ പിന്നിൽ മാത്രം നിൽക്കാണ്ട് പിക്ചറിലും വരത്തക്ക രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതിനെ സെൽഫി പോർട്രേറ്റ്സ് എന്നും കൂടി നമുക്ക് വിളിക്കാൻ പറ്റും. ഇതും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പിന്നെ കൺവീനിയൻസ് പോലെയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, ഫോണിലെ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ 1 ലൈറ്റ് റൂം, 2 സ്നാപ്സീഡ്, 3 പിക്സലാർ. 3നും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാറ്. ഇപ്പോൾ എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലൈറ്റ് റൂമാണ്. അതൊരു ഫ്രീ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ പെയ്ഡ് വേർഷൻ ഉണ്ട്, പക്ഷേ ഫ്രീ ആപ്ലിക്കേഷനകത്ത് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനഫാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെയ്ഡും ഉപയോഗിക്കാവുന്നതാണ്. സ്നാപ്സീഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ലോഗോ ആഡ് ചെയ്യാനായിട്ട്, അതുപോലെ ചില ഇമേജസ് ഇപ്പോൾ കണ്ടില്ലേ, ഇത്തരത്തിൽ നമുക്ക് ടെക്സ്റ്റുകൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്
സ്നാപ്സീഡിലാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഒരാൾക്കൊരു വിഷസ് അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറ്, നമ്മൾ തന്നെ എടുത്ത ഫോട്ടോ അതിനകത്ത് നമ്മുടെ തന്നെ വേർഡിങ്സ് ആഡ് ചെയ്തിട്ട് ഒരു കാലിഗ്രഫി ടൈപ്പിലോ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് എന്താ പറയുക ഹാൻഡ് റൈറ്റിംഗ് പാറ്റേണിലൊക്കെ എടുത്തിട്ടാണ് മിക്കവാറും ഞാൻ വിഷസ് അറിയിക്കാറ്. അപ്പോൾ അത് നമുക്കും ഭയങ്കര എന്താ പറയുക ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. നമ്മളെടുത്തൊരു ഫോട്ടോ നമ്മളുടെ വാക്കുകളിലൂടെ അവർക്ക് വിഷസ് അറിയിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാലിഗ്രഫി ടൈപ്പുകൾ കിട്ടാൻ കുറച്ച് സ്നാപ്സീഡിനകത്തുള്ള ടെക്സ്റ്റുകളുടെ എണ്ണത്തിൽ കുറച്ചൊരു ലിമിറ്റഡ് ആണ്. ഈ പിക്സൽ ആർട്ടിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് കാലിഗ്രഫി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ നമ്മുടെ ഔചിത്യം പോലെ നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് എഡിറ്റിംഗ് ചെയ്യാറ്. പക്ഷേ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാച്ചുറേഷനും വൈബ്രൻസും കളറിൻ്റെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക. നമ്മളുടെ ഫോട്ടോ ചിലപ്പോൾ നല്ല ലൈഫുള്ളായിരിക്കും, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ വെളുപ്പിച്ചെടുക്കരുത്, ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇത് വളരെ സിമ്പിളാണ്, എഡിറ്റിംഗ് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഓരോ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മളൊന്നും പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ആളുകളല്ല. ഇത് ചെയ്ത് നോക്കുക, ത്രൂ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതേപോലെ തന്നെ വരുന്ന വീഡിയോയിൽ നമുക്ക് ഒരു എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഏതെങ്കിലും പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോട്ടോനെ കുറിച്ചോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എഡിറ്റിങ്ങിനെ കുറിച്ചോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പോർട്രേറ്റ് ഫോട്ടോസ്, അതേപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുക, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഡിവൈസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഡിവൈസിനേക്കാൾ ഉപരി നിങ്ങൾ എങ്ങനെ ആ ഫോട്ടോനെ നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ എങ്ങനെ അതിനെ ആ ഫോട്ടോയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വലിയ ഡിവൈസ് ഉണ്ടോണ്ട് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിക്കോളണമെന്നില്ല. ചെറിയ ഡിവൈസ് അല്ലെങ്കിൽ എന്താ പറയുക അത്ര ഓപ്ഷൻസ് ഇല്ലാത്ത ഡിവൈസാണ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അയാളൊരു നല്ല ഫോട്ടോഗ്രാഫർ ആവാതിരിക്കുന്നില്ല. അത് പ്യൂർലി നമ്മളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരിലും ഫോട്ടോഗ്രാഫർ ഉണ്ട്, എല്ലാവരും നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആവട്ടെ, നല്ല എഡിറ്റേഴ്സ് ആവട്ടെ. അതോടൊപ്പം തന്നെ ഒരു നല്ല വിഷസും കൂടി തരുന്നു നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഹാപ്പി ഫോട്ടോഗ്രാഫി. അപ്പോൾ സീ യു ലേറ്റർ, ബൈ.